പിന്നെ ഈ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഭയങ്കരമായ ഒരു പുച്ഛമാണ്. കാരണം എപ്പോഴും ഈ ലൈറ്റ്സിന് വേണ്ടി, പൊറോട്ടയ്ക്ക് വേണ്ടിയും കറിക്ക് വേണ്ടിയും ഇപ്പൊ ഏറ്റവും ഒടുവിൽ സാലഡിന് വേണ്ടി അടികൂടിയിരിക്കുകയാണ് കൊല്ലത്തെ. കുറെ പേർക്ക് പരിക്കുമുണ്ട്. പണ്ട് സുധാകരനൊക്കെ കൊല്ലത്തെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്ന് നമ്മളോട്. കൊല്ലം എന്ന് കേൾക്കുമ്പോൾ പരമ പുച്ഛമാണ് പല മാധ്യമ പ്രവർത്തകർക്ക് അടക്കമുള്ളവർക്ക്. നമുക്കൊന്നും ഇല്ലെങ്കിലും ചില മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർക്ക്. എന്താണ് ഈ കൊല്ലത്തെ ആളുകളൊക്കെ ഇത്ര? അതെ, അതിപ്പോ അതില് പ്രധാനപ്പെട്ട ഒരു വസ്തുത പറഞ്ഞാൽ നമുക്ക് മലപ്പുറത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നാണ് പറയുന്നത്. കണ്ണൂരിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നാണ് പറയുന്നത്. ഇപ്പൊ കൊല്ലത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂട്ടിക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇത് സലാഡിനെ ചൊല്ലി തർക്കം ഉണ്ടാവുകയും അവിടെ അടി നടക്കുകയും ചെയ്തു. അത് വലിയ വാർത്തയാണ്, മാധ്യമങ്ങളടക്കം അത് കൈകാര്യം ചെയ്ത്. കൊല്ലത്ത് ഇതാണ് അങ്ങനെ ആ രീതിയിൽ. പക്ഷേ ഒരു 3 ദിവസം മുമ്പ് തൃശ്ശൂരിൽ ബിവറേജിന് മുമ്പിൽ ക്യൂവിൽ അടിയുണ്ടാക്കി ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ചൊരു യുവാവിനെ കൊലപ്പെടുത്തി. ഒരു പ്രശ്നമില്ല, ആർക്കും വാർത്തയാക്കുന്നില്ല, ഒന്നും ആക്കുന്നില്ല. അതുപോലെ തന്നെ ആലപ്പുഴയിൽ പപ്പടത്തെ ചൊല്ലി അടിയുണ്ടായി. ഇതൊക്കെ ചെറിയ വെബ്സൈറ്റുകളിൽ വാർത്ത വരുന്നതൊഴിച്ചാൽ കൊല്ലത്തെ ഇത് വരുമ്പോഴത്തേക്കും അതിനെ പരിഹസിച്ചുകൊണ്ടും കൊല്ലത്തിൻ്റെ പൈതൃകവും സംസ്കാരവും അവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങളെയൊക്കെ മറന്നുകൊണ്ടാണ് ഇത്തരത്തിൽ കൊല്ലത്തെ അപമാനിക്കുന്നത്. അവിടെ കൊല്ലത്ത് വെച്ച് സ്കൂൾ കലോത്സവം നടന്നപ്പോഴും ഇത്തരത്തിൽ PC വിഷ്ണുനാഥും നൗഷാദ് MLA ഒക്കെ വന്നിട്ട് ആദ്യം തന്നെ പറയുന്നത് കൊല്ലത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇവിടെ ബിരിയാണിക്കടി അല്ലെ പപ്പടത്തിനടി എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾ നന്നായിട്ട് ആതിഥേയത്വം വഹിച്ചു, നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്ന രീതിയിൽ അതാണ് തലക്കെട്ടായി പോലും പല പത്രങ്ങളും നൽകിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുധാകരന് എപ്പോഴും കൊല്ലം അല്ലെങ്കിൽ തെക്കൻ എന്ന് പറയുമ്പോൾ ഒരു അലർജി ഉണ്ട്. അദ്ദേഹം സ്വന്തമായി ഒരു രാമായണം അദ്ദേഹം രചിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം അത് ഒരു ഖുറാനിലോ അല്ലെങ്കിൽ ബൈബിളിലോ ആയിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി പറഞ്ഞതെങ്കിൽ സുധാകരൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അതായത് രാവണനെ കൊന്ന് സീതയെ മോചിപ്പിച്ച് ലക്ഷ്മണനും രാമനും പുഷ്പക വിമാനത്തിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ കൊല്ലം എത്തിയപ്പോൾ ലക്ഷ്മണന് ചേട്ടത്തിയായിട്ടുള്ള സീതയോടൊരു മോഹം തോന്നി. അപ്പോൾ പെട്ടെന്ന് മോഹം തോന്നിയപ്പോൾ ചേട്ടൻ്റെ ഭാര്യയാണ് എന്ന് ചിന്തിക്കാതൊരു മോഹം തോന്നി. വിമാനം കടന്നുപോയി. വിമാനം തൃശ്ശൂരെത്തിയപ്പോൾ ഈ മോഹം അങ്ങ് മാറി. അതിനുശേഷം രാമനെ ഒരു കുറ്റബോധത്തോടെ നോക്കുക, എൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണല്ലോ ഞാൻ അത്തരത്തിൽ നോക്കിയത്, അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ രാമനെ ഇങ്ങനെ നോക്കിയപ്പോൾ രാമൻ പറഞ്ഞു, നീ വിഷമിക്കണ്ട, നിൻ്റെ ചിന്തകൾ എനിക്ക് മനസ്സിലായി, അത് നിൻ്റെ കുഴപ്പമല്ല, അത് ആ പ്രദേശത്തിൻ്റെ കുഴപ്പമാണ്, നീ കടന്നു വന്ന മണ്ണിൻ്റെ പ്രശ്നമാണ് എന്ന് പറയുന്ന ആ സുധാകരൻ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, മറ്റുള്ളവർ പറഞ്ഞതാണ്, അല്ലെങ്കിൽ രാമായണത്തെയൊക്കെ ഇങ്ങനെ മാറ്റി എഴുതിക്കൊണ്ട് സുധാകരൻ അത് വലിയ വിമർശനത്തിനൊക്കെ വിധേയമായതാണ്. കൊല്ലത്ത് തെക്കനെയും മൂർഖനെയും കണ്ടാൽ ആദ്യം തെക്കനെ അടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കണ്ണൂരിന്ന് വന്നിട്ടുള്ള, കണ്ണൂർ നമുക്കറിയാമല്ലോ എന്തുമാത്രം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ് കണ്ണൂർ. ആ കണ്ണൂരിനെ കുറിച്ച് ആരും ഒന്നും പറയില്ല. കണ്ണൂർ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള ഒരു മണ്ണായിരുന്നു കൊല്ലം ജില്ല. കണ്ണൂരേക്ക് പുഷ്പവിമാനം എത്താൻ പറ്റൂല, അതെ. അപ്പൊ അതുകൊണ്ട് പറ്റത്തില്ല, മലപ്പുറത്തൂടെ എന്തായാലും പോകാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഏറ്റവും ഇപ്പം എന്തായാലും എന്തോ വേറെ നിവർത്തിയില്ല. അതുകൊണ്ടാണ് MA ബേബിയെ ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഈ പാർട്ടി പോകേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മാത്രമാണ് MA ബേബിയെ അതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അത്തരത്തിൽ കണ്ണൂരുള്ളവർ മാത്രം വലിയ നേതാക്കൾ, കമ്മ്യൂണിസ്റ്റിൻ്റെ മണ്ണ് കണ്ണൂരാണ് എന്ന രീതിയിൽ. പക്ഷേ കൊല്ലത്തിൻ്റെ പാരമ്പര്യം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ നേതാക്കളൊക്കെ വളർന്നു വന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് ഇത്രയും വേരോട്ടം ഉണ്ടാക്കിയൊരു സ്ഥലമാണ്. ഇപ്പോൾ പോലും അവിടെ എല്ലായിടത്തും കോൺഗ്രസ്സൊക്കെ സീറ്റ് തേടുമ്പോഴും കൊല്ലത്ത് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സീറ്റുകൾ തേടുന്നത്. അപ്പോൾ അത്തരത്തിൽ CPIക്ക് പോലും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം RSP, പഴയകാല പാർട്ടിയായിട്ടുള്ള RSP അടക്കം അവിടെ സീറ്റ്, ഇപ്പം പ്രേമേന്ദ്രനടക്കം അങ്ങനെ പരിശോധിച്ചാൽ കൊല്ലത്തിൻ്റെ, അതോടൊപ്പം തന്നെ കൊല്ലത്തിൻ്റെ കശുവണ്ടി വ്യവസായം, ഏറ്റവും കൂടുതൽ കശുവണ്ടി പ്രോസസ്സിങ് നടക്കുന്നത്. കാസർഗോഡും കണ്ണൂരൊക്കെ കശുവണ്ടി ഉണ്ടെന്ന് പറയുന്നതിൽ കൊല്ലത്ത് വരണം, കശുവണ്ടി കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ഫാക്ടറികൾ കൊല്ലത്തിൻ്റേതാണ്. അതോടൊപ്പം തന്നെ ചീനക്കൊട്ടാരം, തങ്കശ്ശേരി, വിളക്കുമരം, ബ്രിട്ടീഷുകാരുൾപ്പെടെ ഏറ്റവും കൂടുതൽ പരിപാവനമായി കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ് കൊല്ലം. അപ്പോൾ അത്തരത്തിലൊരു പ്രദേശത്തെ മോശമാക്കിക്കൊണ്ട് ഉള്ള ഇത്തരത്തിലുള്ള മാധ്യമങ്ങളടക്കം പറയുന്ന ആ ഒരു രീതി ഒരു മോശം പ്രവണതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായിരിക്കും ഈ കൊല്ലത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്ര ചർച്ചയാണുള്ള കാരണം?
അതെനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഇത്തരത്തിൽ പപ്പടവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത് സ്വഭാവമായിട്ട് ഒരു കൗതുകമുള്ള വാർത്തയാണല്ലോ, പപ്പടത്തിന് അടിയെന്നൊക്കെ പറയുമ്പോൾ കല്യാണത്തിന്. അപ്പോൾ അത് കൊല്ലമെന്ന് കേൾക്കുമ്പോൾ പിന്നെ കൊല്ലത്തിന് വെച്ച് കെട്ടും. പോലീസുകാരെ കപ്പ മോഷ്ടിച്ചത് കൊല്ലത്ത്. അതുപോലെ തന്നെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് ഉത്തരേ. പക്ഷെ അത് വേറൊരു കാര്യമുണ്ട്, കടുപ്പിച്ച് കൊന്നവൻ പത്തനംതിട്ടക്കാരനാണ്, കൊല്ലത്തുനിന്നാണ് അവൻ വിവാഹം കഴിച്ചത്. അവൻ ഭാര്യ വീട്ടിൽ വന്നിട്ടാണ് ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള പല സംഭവങ്ങളും നടക്കുമ്പോഴും ഈ കൊല്ലത്തെ ഇങ്ങനെ ഈ സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതൽ കൊല്ലത്താണെന്ന് പറഞ്ഞു. പക്ഷെ കണ്ണൂരും സ്ത്രീധന മരണങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും വലിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതെ അതെ. അപ്പം തിരുവനന്തപുരത്താണെങ്കിൽ എന്തുമാത്രം സ്ത്രീധനമുള്ള സ്ഥലമാണ് തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സ്ത്രീധനം കൊടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അങ്ങനെ ഒരു ഇകഴ്ത്തി അങ്ങനെ അത് വളരെ തെറ്റ് തന്നെയാണ്. ഈ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ല, മൂർഖനെയും തെക്കനെയും കണ്ടാൽ ആദ്യം തെക്കനെ. നമ്മളൊക്കെ തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോൾ പലരും പറയും തെക്കട്ടുള്ളൊരു. അത് സുധാരനോട് ചോദിച്ചപ്പോൾ സുധാരൻ പറഞ്ഞെന്ന് പറയും, ഞാൻ പറഞ്ഞല്ലേ ഇത് എല്ലാരും പറയുന്നതാണ്. അതാണ് സുധാരൻ അങ്ങനെ രക്ഷപ്പെട്ടു. എല്ലാരും പറയണ്ട, താൻ പറയണ എന്തിനാണോ തിരിച്ചു വരിച്ചത്. അത്തരത്തില് ഈ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ കൊല്ലത്തിനെ ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഈ ശ്രീധനത്തിന്റെ കാര്യം തിരുവനന്തപുരത്ത് ഭയങ്കര സ്ത്രീധനം കൂടുതലാണ്. അതൊക്കെ ശരിയാണ്, ഒരു പരിധി വരെ പറയുന്നതൊക്കെ ശരിയാണ്. കുറെ ആളുകൾ ചേർന്ന് ഇത്തരം ഒരു നരേറ്റീവ് ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ ആ ജില്ലയെ തന്നെ അങ്ങ് മോശപ്പെടുത്തി കാണിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ് ഏറ്റവും കൂടുതൽ സ്ത്രീധനം തിരുവനന്തപുരത്ത് കൊടുക്കുന്നത്. അവർ ഇപ്പൊ ഒരു പിയൂണാണെങ്കിൽ പോലും എത്ര ചോദിച്ചാലും ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ ഈ 100 പവൻ എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴത്തെ ഈ സ്വർണ്ണവില നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ പിന്നെ എന്താ വില ഉറപ്പിക്കും പോലെയാണ് തിരുവനന്തപുരം ജില്ലയിലൊക്കെ കാറും വീടും കൊടുക്കും. പിന്നെ ഈ പെണ്ണിനെ ഈ വിൽക്കാൻ വില ഉറപ്പിക്കുന്നത് പോലെയാണ് വില ഉറപ്പിച്ചിട്ട് പോണത്. നിന്റെ ഇപ്പോഴും ചോദ്യങ്ങളുണ്ട്, നിങ്ങളുടെ കൊച്ചിന് എന്ത് കൊടുക്കും, അതിനു വേണ്ടി ഒരു ചടങ്ങുണ്ട്, നിങ്ങളുടെ കൊച്ചിന് എന്ത് കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അത് പറഞ്ഞതിന് ശേഷമാണ് നിശ്ചയം. ജാതക നമ്മളവിടെ ജാതകം കൂടെ എന്ന് പറയും. ഇത് കൈമാറുന്നത് തന്നെ ഈ വില ഉറപ്പിച്ചതിന് ശേഷമാണ്. ഇതൊന്നും നമ്മളൊക്കെ എത്ര മാറ്റാൻ തുടങ്ങിയാലും മാറില്ല. ശരി, വടക്കൻ പ്രദേശങ്ങൾ കണ്ണൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും അങ്ങനെ സ്ത്രീധനങ്ങൾ ഇല്ല, അങ്ങനെ സ്ത്രീധനം കൂടുതലായില്ല, അങ്ങനെയുള്ള സംഭവങ്ങളില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇത്തരം വാർത്തകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കൊല്ലം വരുമ്പോൾ മാത്രം അതൊരു വലിയ വാർത്തയാക്കുകയും അതിനെ ഒരു ഇകഴ്ത്തിക്കാട്ടുകയും ചെയ്യുന്ന രീതി പൊതുവെ മാധ്യമങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളടക്കം അതിലെ പ്രധാന അവതാരകരടക്കം ഇതിനെ ഇങ്ങനെ പറയുന്ന ഒരു രീതി നിലനിൽക്കുന്നുണ്ട്. അത് ഒരു ശരിയായ പ്രവണതയായി. അവനവന്റെ ജില്ലയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ആ ജില്ലയെ തള്ളി പറയുന്നത് നമ്മൾ പറയല്ലേ എന്ത് പിന്നെ പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരം എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അതായിരിക്കും. നമ്മൾ കണ്ണു തുറന്നത് മുതൽ കാണുന്നതും അനുഭവിക്കുന്നതെല്ലാം ആ സ്ഥലത്തിന്റെ പ്രത്യേകതകളും ആ സ്ഥലത്തിന്റെ കാര്യങ്ങളും അല്ല. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ തിരുവനന്തപുരത്തിന് എന്ത് മോശമുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളൊരു തിരുവനന്തപുരം കാര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു അഭിമാനം അത് വേറെയാണ്. ഇനി എന്തൊക്കെ കുറ്റവും കുറവും ഉണ്ടെന്ന് പറഞ്ഞു കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അതോടുകൂടി നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം.